ജമ്മുകശ്മീരിലും ഹരിയാനയിലും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ജമ്മുകശ്മീരിൽ തെരഞ്ഞെടുപ്പ് 3 ഘട്ടമായി നടക്കും. സെപ്റ്റംബർ 18, 25, ഒക്ടോബർ 1 തീയതികളിലാണ് പോളിംഗ്. ഹരിയാനയിൽ വോട്ടെടുപ്പ് ഒക്ടോബർ 1-നാണ് നടക്കുക. 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ജമ്മുകശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ്. ആർട്ടിക്കിൾ 370 മരവിപ്പിച്ച ശേഷം നടക്കുന്ന ആദ്യ തെരഞ്ഞെടുപ്പ് 3 ഘട്ടമായി നടക്കും. Date of poll will be 18th of September and it's a Wednesday. Second phase would be on 29th of August and the statutory period of nominations and all. Poll being on 25th of September. And phase 3, nomination on 5th of September and every voting finishing on 1st of October. 87 ലക്ഷം വോട്ടർമാരാണ് ജമ്മുകശ്മീരിൽ. 114 അംഗ ജമ്മുകശ്മീർ നിയമസഭയിലെ 90 മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് നടക്കുക. 24 നിയമസഭാ മണ്ഡലങ്ങൾ പാക് അധിനിവേശ ജമ്മുകശ്മീരിലായതിനാൽ അവിടെ വോട്ടെടുപ്പില്ല. 90 അംഗ ഹരിയാന നിയമസഭയിലേക്ക് ഒക്ടോബർ 1-ന് ഒറ്റഘട്ടമായി പോളിംഗ് നടക്കും. ജമ്മുകശ്മീരിന്റെയും ഹരിയാനയുടെയും തെരഞ്ഞെടുപ്പ് ഫലം ഒക്ടോബർ 4-ന് പുറത്തുവരും. കശ്മീരിൽ കൂടുതൽ സേനാവിന്യാസം വേണ്ടതിനാൽ മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നില്ലെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചു. കേരളത്തിലെ വയനാട്, പാലക്കാട്, ചേലക്കര മണ്ഡലങ്ങളിലും ഉടൻ വോട്ടെടുപ്പില്ല. ജമ്മുകശ്മീരിലെ എല്ലാ സ്ഥാനാർത്ഥികൾക്കും സുരക്ഷ ഏർപ്പെടുത്തുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. ജനം, ഡൽഹി.